നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. ന്യൂസ് ബ്രേക്സിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ അമൃത പടിക്കൽ. വലിയങ്ങാടിയിൽ അപകട വാർത്തയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ജീവനെടുത്ത അനാസ്ഥ. ആ കൊണ്ടേ പോക്ക് കാണാൻ പറ്റാത്ത അവസ്ഥ. നമ്മൾ സ്റ്റേജ് പോയത് 10-40 കൊല്ലേ. കോഴിക്കോട് വലിയങ്ങാടിയിൽ കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് സ്ലാബ് തകർന്നു വീണ് 4 തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. ജബ്ബാർ, അഷ്റഫ്, ബഷീർ, വിനോദ് എന്നിവരാണ് മരിച്ചത്. വർഷങ്ങൾ പഴക്കമുള്ള പഴയ പാസ്പോർട്ട് ഓഫീസ് കെട്ടിടത്തിന്റെ സ്ലാബാണ് തകർന്നു വീണത്. കോഴിക്കോട് ടൗൺ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ഈ CCTV ദൃശ്യങ്ങളിൽ ഈ അപകടം നേരിൽ കണ്ടവരുടെ ഞെട്ടലുണ്ട്. അതിൽ നിന്ന് വ്യക്തമാണ് എത്രത്തോളം വലിയ ദുരന്തമാണ് ഇന്ന് വലിയങ്ങാടിയിൽ ഉണ്ടായതെന്ന്. സമയം രാവിലെ 11:53. സിമന്റ് സൂക്ഷിച്ചിരുന്ന കെട്ടിടത്തിന് മുന്നിൽ സംസാരിച്ചിരിക്കുകയായിരുന്നു അവർ 7 പേരും. നിമിഷ നേരം കൊണ്ടായിരുന്നു അപകടം. വലിയ ശബ്ദം കേട്ടയുടനെ 2 പേർ ഓടി രക്ഷപ്പെട്ടു. 5 പേർക്കുമേൽ സ്ലാബ് വന്നു പതിച്ചു. ഓടിക്കൂടിയ നാട്ടുകാരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. പുറത്തെടുക്കുമ്പോൾ തന്നെ 4 പേരുടെ നില അതീവ ഗുരുതരം. ഇപ്പൊ എടുത്ത ലെവലിൽ 2 പേർക്ക് ഭയങ്കര സീരിയസ് ആയിട്ടാണ് കൊണ്ടുവന്നത്. കാലില്ല, ഒന്നിനും കാല് 2 കഷ്ണമായി. ആ കൊണ്ടേ പോക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത് പൊതുവെ ചില ഭാഗങ്ങളൊക്കെ തടഞ്ഞ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകും. നമ്മളൊക്കെ അതിങ്ങനെ ഒഴിഞ്ഞു മാറലാണ്. അന്നത്തെ അന്നം കണ്ടെത്താൻ രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയ 4 തൊഴിലാളികളുടെ ജീവനാണ് കോർപ്പറേഷൻ അനാസ്ഥയിൽ നഷ്ടമായത്. നമ്മൾ സ്റ്റേജ് പോയത് 10-40 കൊല്ലേ. നമ്മളൊക്കെ പേടിച്ചിട്ടുള്ള നിൽക്കണേ. മരിച്ച 4 പേരിൽ ജബ്ബാറിന്റെ സംസ്കാരം ഇന്ന് നടക്കും. കിണാശ്ശേരി കൊന്തനാരി ഖബർസ്ഥാനിലാണ് ഖബറടക്കം. മരിച്ച അത്തോളി സ്വദേശി അഷ്റഫിന്റെ സംസ്കാരം നാളെയാണ്. അപകടത്തിൽ തലയ്ക്കും നട്ടലിനും പരിക്കേറ്റ വിനോദിന്റെ മരണമാണ് ഒടുവിൽ സ്ഥിരീകരിച്ചത്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത കോഴിക്കോട് ടൗൺ പോലീസ് അപകടത്തിൽ അന്വേഷണം തുടങ്ങി. എന്തൊക്കെ വാദങ്ങൾ നിരത്തിയാലും ഈ ദുരന്തത്തിന്റെ പാപഭാരത്തിൽ നിന്ന് കോർപ്പറേഷന് ഒഴിഞ്ഞു മാറി നിൽക്കാനാകില്ല. ജയൻ കല്യാശ്ശേരിക്കൊപ്പം നിഖിൽ പ്രമേശ്, 24 കോഴിക്കോട്. കോഴിക്കോട് വലിയങ്ങാടിയിൽ സ്ലാബ് തകർന്നുണ്ടായ അപകടത്തിൽ കോർപ്പറേഷൻ ഓഫീസിലേക്ക് വൻ പ്രതിഷേധം. കോർപ്പറേഷൻ സെക്രട്ടറിയെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞുവെച്ചു. BJP, യൂത്ത് ലീഗ് പ്രവർത്തകരും കോർപ്പറേഷൻ ഓഫീസ് ഉപരോധിച്ചു. പുതിയ ലൈസൻസ് ആർക്കും നൽകിയിരുന്നില്ല എന്ന് കോർപ്പറേഷൻ സെക്രട്ടറി പറഞ്ഞു. BJP കൗൺസിലർമാരാണ് പ്രതിഷേധവുമായി ആദ്യം രംഗത്തെത്തിയത്. മേയറുടെ ചേംബറിലേക്ക് ചാടിക്കേറിയ കൗൺസിലർമാരെ ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നീട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോർപ്പറേഷൻ സെക്രട്ടറിയെ ഉപരോധിച്ചു. യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ചാണ് അറസ്റ്റ് ചെയ്തത്. അതേസമയം ഇപ്പോൾ പൊളിഞ്ഞ കെട്ടിടം ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ അപകടാവസ്ഥയിലാണെന്ന് 2024 എഞ്ചിനീയറിംഗ് വിഭാഗം റിപ്പോർട്ട് നൽകിയിരുന്നുവെന്ന് കോർപ്പറേഷൻ സെക്രട്ടറി പറഞ്ഞു. അപകടാവസ്ഥയിലാണ് എന്ന റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ പുതിയതായി ഒഴിഞ്ഞു കിടക്കുന്ന റൂമുകൾക്ക് അവിടെ അനുമതി കൊടുത്തിട്ടില്ല. പുതിയ ലേലങ്ങളോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല. എന്നാൽ പഴയ തുടരുന്ന കെട്ടിടങ്ങളുടെ കാര്യത്തിൽ അവർക്ക് നിലവിലുണ്ടായിരുന്ന ലൈസൻസ് 2026 വരെയുള്ള ലൈസൻസ് അവർക്ക് ലൈവായിട്ട് അവിടെ ഉണ്ട്. പുതിയതിനാർക്കും കൊടുത്തിട്ടില്ല. അടിയന്തരമായി നാളെ കൗൺസിൽ യോഗം വിളിച്ചു കൂട്ടണമെന്ന പ്രതിപക്ഷവും ആവശ്യപ്പെട്ടു. 24 കോഴിക്കോട്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായുള്ള വയനാട് ടൗൺഷിപ്പ് ഉദ്ഘാടനം നീട്ടിവെച്ചു. മറ്റന്നാൾ നിശ്ചയിച്ചിരുന്ന ഉദ്ഘാടനം മാർച്ച് 1 മാറ്റിയത്. റോഡടക്കമുള്ള നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനുണ്ട് എന്നാണ് റവന്യൂ വകുപ്പിന്റെ വിശദീകരണം. 178 വീടുകളുടെ താക്കോൽദാന ചടങ്ങാണ് നടത്താനിരുന്നത്. മറ്റന്നാൾ നിശ്ചയിച്ചിരുന്ന ഉദ്ഘാടനമാണ് മാർച്ച് 1 മാറ്റിയത്. റോഡടക്കമുള്ള നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനുണ്ടെന്നാണ് റവന്യൂ വകുപ്പിന്റെ വിശദീകരണം. ആദ്യഘട്ടത്തിൽ 178 ഗുണഭോക്താക്കൾക്കായിരുന്നു താക്കോൽ കൈമാറാൻ നിശ്ചയിച്ചിരുന്നത്. നറുക്കെടുപ്പിലൂടെ തങ്ങളുടെ വീടുകൾ എവിടെയാണെന്നുള്ളതും ഗുണഭോക്താക്കൾക്ക് വ്യക്തമായിരുന്നു.
സ്വന്തമാകാൻ പോകുന്ന വീടുകളുടെ അറ്റകുറ്റപ്പണികൾ അടക്കം നിരീക്ഷിച്ചു വരികയായിരുന്നു ദുരന്തബാധിതർ. വാസയോഗ്യമാകാൻ ഇനിയും മാസങ്ങൾ എടുക്കുമെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ശക്തമായിരുന്നു. ചടങ്ങ് നടത്താനിരുന്ന ടൗൺഷിപ്പിലെ വേദിയുടെ പ്രവൃത്തികളും ഏതാണ്ട് പൂർത്തിയായപ്പോഴാണ് തീയതി മാറ്റം. മുസ്ലിം ലീഗിന്റെ 1ാം ഘട്ട വീട് കൈമാറ്റം 28-ന് നടക്കാനിരിക്കെയാണ് നിലവിലെ തീയതി മാറ്റം. 24 വയനാട്. ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തി ഇന്നും നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. അനാവശ്യമായാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതെന്ന് പ്രതിപക്ഷം ആരോപിച്ചപ്പോൾ തന്ത്രിയെ മുൻനിർത്തി UDF-ഉം BJP-യും സുവർണാവസരം നോക്കുകയാണെന്ന് MP രാജേഷ് തിരിച്ചടിച്ചു. നേറ്റിവിറ്റി കാർഡ് ബില്ല് റവന്യൂ മന്ത്രി കെ രാജൻ അവതരിപ്പിച്ചു. ബജറ്റ് സമ്മേളനം വെട്ടിച്ചുരുക്കി നിയമസഭ നാളെ പിരിയും. പതിവ് പോലെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സഭ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തി. സഭാ നടപടികളുമായി സഹകരിക്കില്ലെന്നും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിയുടെ അറസ്റ്റ് അനാവശ്യമാണെന്നും പ്രതിപക്ഷ നേതാവിന് പകരം സംസാരിച്ച തൃപ്പൂണിത്തുറ MLA കെ ബാബു ആരോപിച്ചു. ആചാര ലംഘനത്തിൽ ഗവൺമെന്റ് നിലപാടിൽ അനുകൂലിച്ചില്ല എന്നുള്ളതിന്റെ പേരിൽ ശബരിമല തന്ത്രിയെ അനാവശ്യമായി 40 ദിവസം ജയിലിൽ അടക്കുകയുണ്ടായി. തന്ത്രിക്ക് എന്ത് പ്രത്യേകതയാണുള്ളത് എന്ന് ചോദിച്ച മന്ത്രി MP രാജേഷ് UDF-നും BJP-ക്കും ഒരേ സ്വരമാണെന്നും ആരോപിച്ചു. സർ, തന്ത്രിക്ക് 2 വക്കീലന്മാർ പുറത്തുണ്ട്. സഭയ്ക്ക് പുറത്ത് 2 വക്കീലന്മാരുണ്ട്. BJP-യുമുണ്ട്, UDF-ഉമുണ്ട്. സഭയ്ക്കകത്ത് BJP ഇല്ലാത്തത് കൊണ്ട് ആ BJP-ക്ക് വേണ്ടി കൂടിയുള്ള വക്കാലത്ത്, തന്ത്രിയുടെ വക്കാലത്ത് പ്രതിപക്ഷം ഏറ്റെടുത്തിരിക്കുകയാണ്. അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ പ്രതിപക്ഷം തയ്യാറായില്ല. ചോദ്യോത്തരവേള കഴിഞ്ഞ് ശ്രദ്ധ ക്ഷണിക്കലിലേക്ക് കടന്നതോടെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. നേറ്റിവിറ്റി കാർഡ് ചരിത്ര നിയമമെന്ന് ബില്ല് അവതരിപ്പിച്ച റവന്യൂ മന്ത്രി കെ രാജൻ ഒരുമിച്ച് നിന്ന് ഇത് അംഗീകരിക്കുകയും ഇതിൽ ആവശ്യമായ ഭേദഗതികൾ നിർദ്ദേശിക്കുകയും ചെയ്യേണ്ട പ്രതിപക്ഷം അവരുടെ ആശങ്കകൾക്ക് തീർച്ചയായും കേരളം ഒരുമിച്ച് കേരളീയനായ മനുഷ്യന്റെ ഒപ്പമുണ്ടെന്ന് പ്രഖ്യാപിക്കാനും പ്രതിപക്ഷം ഇരുന്നില്ല. നടപടികൾ വെട്ടിച്ചുരുക്കി സഭ നാളെ പിരിയും. മാർച്ച് 26 വരെ നിശ്ചയിച്ചിരുന്ന സഭാ സമ്മേളനം പ്രതിപക്ഷ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിലാണ് നേരത്തെ പിരിയുന്നത്. 24 തിരുവനന്തപുരം. ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠാ കേസിൽ നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. സംഭാവന നൽകിയ സ്വർണത്തെക്കുറിച്ചാണ് ചോദിച്ചറിഞ്ഞത്. മോഹൻലാലിന്റെ അടക്കം മൊഴിയെടുക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യം ചോദ്യം ചെയ്ത് SIT ഉടൻ ഹൈക്കോടതിയെ സമീപിക്കും. ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠാ കേസ് അന്വേഷിക്കുന്ന വിജിലൻസിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് സുരേഷ് ഗോപിയുടെ മൊഴിയെടുത്തത്. സംഭാവന നൽകിയ സ്വർണത്തെക്കുറിച്ചാണ് മൊഴിയെടുത്തത്. കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് സ്വർണം സംഭാവന ചെയ്ത മോഹൻലാൽ അടക്കമുള്ള നടന്മാരുടെ മൊഴി ഈ ആഴ്ച തന്നെ രേഖപ്പെടുത്തും. സ്വർണം നൽകിയവരിൽ പലർക്കും അളവിനെക്കുറിച്ച് ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ സ്വർണത്തിന്റെ കണക്കിൽ വിജിലൻസിന് വ്യക്തത ലഭിച്ചിട്ടില്ല. സംഭാവന ലഭിച്ച സ്വർണത്തിന്റെ കണക്ക് കൂടാൻ സാധ്യതയുണ്ട്. അതേസമയം സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം അനുവദിച്ച കൊല്ലം വിജിലൻസ് കോടതി വിധിക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ ഹൈക്കോടതിയെ സമീപിക്കും. വിചാരണ കോടതിയുടെ ഉത്തരവ് വിശദമായി പഠിച്ച ശേഷമാണ് ഹൈക്കോടതി സമീപിക്കാൻ SIT ഒരുങ്ങുന്നത്. ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന തെളിവുകളെക്കുറിച്ചും SIT ആലോചന നടത്തി. ജാമ്യ ഉത്തരവ് പുറത്തുവന്നതോടെ മന്ത്രിയെ രക്ഷിക്കാനാണ് തന്ത്രി അറസ്റ്റ് ചെയ്തതെന്ന നിലപാടിലാണ് കോൺഗ്രസും BJP-യും. തന്ത്രിക്കെതിരെ ആക്രമണം CPI-ഉം മന്ത്രിമാരും ആവർത്തിക്കുന്നുമുണ്ട്. 24 തിരുവനന്തപുരം. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സാ പിഴവിന് പിന്നാലെ ജീവനക്കാരുടെ ഒഴിവ് നികത്താൻ അടിയന്തര നടപടിയുമായി ആരോഗ്യവകുപ്പ്. ഉഷ ജോസഫിന്റെ വയറ്റിൽ നിന്ന് പുറത്തെടുത്ത കത്രിക, ശസ്ത്രക്രിയാ ഉപകരണം ശാസ്ത്രീയ പരിശോധനയ്ക്കയച്ചു. സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഉഷയുടെ കുടുംബത്തിന്റെ ആവശ്യം. ജീവനക്കാരുടെ എണ്ണത്തിലെ കുറവാണ് വയറ്റിൽ കത്രിക മറന്നു വെച്ചതിലെ ന്യായീകരണമായി ആശുപത്രി അധികൃതരും ഡോക്ടേഴ്സും പറഞ്ഞിരുന്നത്. ഇതിനു തൊട്ടു പിന്നാലെയാണ് പ്രശ്നപരിഹാരത്തിനുള്ള നീക്കം. ജീവനക്കാരുടെ കുറവറിയിക്കാനും ഒഴിവുകൾ നികത്താനുള്ള ഇടപെടൽ നടത്താനും വണ്ടാനം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സർക്കുലർ ഇറക്കി. നഴ്സിംഗ് അസിസ്റ്റന്റുമാരെ അടിയന്തരമായി നിയമിക്കണമെന്നും വകുപ്പ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകി. കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന ഉഷ ജോസഫിനെ KC വേണുഗോപാൽ MP സന്ദർശിച്ചു. കത്രിക വിവാദത്തിൽ വിദഗ്ധ സമിതി ആരോഗ്യമന്ത്രിക്ക് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് അത്ഭുതപ്പെടുത്തുന്നതെന്ന് KC വേണുഗോപാൽ. എനിക്ക് മനസ്സിലാകുന്നില്ല അന്വേഷണ റിപ്പോർട്ടിന്റെ ഒരു സ്ഥിതി. ഇത് ഈ അന്വേഷണ റിപ്പോർട്ടിൽ മാത്രമല്ല, കഴിഞ്ഞ 42 അന്വേഷണ കമ്മിറ്റികൾ പുറപ്പെടുവിച്ചിരുന്നു. നമ്മൾ ഓരോ ദിവസവും ഇത് ആവശ്യപ്പെടുമ്പോൾ കമ്മിറ്റി പ്രഖ്യാപിക്കും. പക്ഷേ കമ്മിറ്റി എന്ന് പറയുന്നത് സംഭവത്തെ വെള്ളപൂശാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ സംഭവത്തിലും അത് തന്നെ. ആരും കുറ്റക്കാരല്ല, ആരും ഉത്തരവാദികളല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഉഷ തന്നെയാണ് ഉത്തരവാദി അതിനകത്ത്. ചികിത്സാ പിഴവിന്റെ ഉത്തരവാദിത്തം ഡോക്ടർക്കെന്ന് ഉഷയുടെ ബന്ധു ജോയ്സി ബെന്നി ആരോപിച്ചു. സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. ഞങ്ങൾ ഈ ഡോക്ടറിനെ കണ്ടിട്ടുള്ളൂ, ഞങ്ങൾക്ക് അവിടെ വേറെ ആരെയും ഞങ്ങൾക്കറിയില്ല. ഡോക്ടറിന്റെ കുറ്റം മറ്റൊരാളുടെ ഇതിലോട്ട് കെട്ടിവെക്കിയല്ല ഡോക്ടർ ചെയ്യുന്നത്. ഇപ്പോൾ
അത് ഡോക്ടറാണ് അതിൻ്റെ ഉത്തരവാദി, അല്ലാണ്ട് നേഴ്സല്ല. ഡോക്ടറിൻ്റെ ഉത്തരവാദിത്വമാണ് ഈ സാധനങ്ങൾ എടുത്തോ എന്നുള്ളത് ഡോക്ടറിൻ്റെ ഉത്തരവാദിത്വമാണ് തിരക്കേണ്ടത്. ഉഷയുടെ വയറ്റിൽ നിന്ന് പുറത്തെടുത്ത കത്രിക ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു. പോലീസ് അന്വേഷണവും പുരോഗമിക്കുകയാണ്. ഉഷ ജോസഫിനെ ഇന്ന് തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്ന് മുറിയിലേക്ക് മാറ്റും. 24 ആലപ്പുഴ. തിരുവനന്തപുരം കാട്ടാക്കടയിൽ കുത്തിവെപ്പെടുത്തതിന് പിന്നാലെ 2.5 വയസ്സുകാരി ഐഷ ഫാത്തിമ മരിച്ച സംഭവത്തിൽ ആശുപത്രിക്കെതിരെ ഗുരുതരാരോപണവുമായി കുടുംബം. ആരോഗ്യനില വഷളായിട്ടും മതിയായ ചികിത്സ നൽകിയില്ലെന്നും മറ്റാശുപത്രിയിലേക്ക് റഫർ ചെയ്തില്ല എന്നുമാണ് ആരോപണം. ആരോപണങ്ങൾ മമൽ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി അധികൃതർ തള്ളി. കുടുംബത്തിന്റെ പരാതിയിൽ ആര്യനാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആര്യനാട് ചക്കിപ്പാറ സ്വദേശി 2.5 വയസ്സുള്ള ഐഷ ഫാത്തിമയാണ് കാട്ടാക്കടയിലെ മമൽ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. ശ്വാസതടസ്സവും മുഖത്തെ നീരും കാരണമാണ് കഴിഞ്ഞ ദിവസം രാവിലെ കുഞ്ഞിനെ മമൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ശ്വാസതടസ്സത്തിന് ആവി പിടിക്കുകയും ഓക്സിജൻ കൊടുക്കുകയും ചെയ്ത ശേഷം 2 കുത്തിവയ്പ്പെടുത്തു. ഇതിനു പിന്നാലെ അസുഖം മൂർച്ഛിച്ച് കുട്ടി മരിച്ചെന്നാണ് കുടുംബത്തിന്റെ പരാതി. ഉമ്മ വന്ന് ബഹളം വെച്ചപ്പോൾ ഇവർ കുട്ടിയെ ഒരു 10 മിനിറ്റ് കൂടെ അവിടെ ഇട്ടിരുന്നിട്ട് നേരെ ആംബുലൻസിൽ കയറ്റി. അവരെ സ്വയമേ ആംബുലൻസ് കയറ്റി ഇവിടെ കൊണ്ടുവരുന്നത്. ഇവിടെ കൊണ്ടുവന്ന് നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഞാനും ഉമ്മയും കൂടെ വണ്ടി കയറിയപ്പോൾ ആംബുലൻസിൽ കയറിയപ്പോൾ അവർ നമ്മളെ ഇറക്കി വിട്ട്. ആംബുലൻസിലെടുത്ത് പോകാൻ നമ്മളെ വീട്ടുകാരെ കയറ്റാത്ത കാര്യം എന്താണ്? കുട്ടി ഓൾറെഡി മരിച്ചെന്നാണല്ലോ ഇവിടെ പറഞ്ഞത്. ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഓൾറെഡി മരിച്ചെന്നാണ് പറഞ്ഞത്. എനിക്കത് മറച്ചു വയ്ക്കാനല്ലേ അവർ ചെയ്തത്. എന്നാൽ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് മമ്മൽ ആശുപത്രിയിൽ കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർ അരുൺ വാര്യർ. ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ കുട്ടി ഗുരുതരാവസ്ഥയിലായിരുന്നുവെന്നാണ് വിശദീകരണം. ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയ ശേഷം കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. അതിനുശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകുകയുള്ളൂ. 24 തിരുവനന്തപുരം. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ സീനിയർ ഡോക്ടേഴ്സ് സർക്കാരുമായി നടത്തിയ ചർച്ച പരാജയം. ഇതോടെ സമരം കടുപ്പിക്കാനാണ് KGM-CTA തീരുമാനം. അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളടക്കം ബഹിഷ്കരണം തുടരും എന്നാണ് വിവരം. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിക്കെതിരായ ചികിത്സാ പിഴവ് ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ നാളെ കൂട്ടവധിയെടുക്കാൻ KGMOയെ ആഹ്വാനം ചെയ്തു. 2016 മുതലുള്ള ശമ്പള കുടിശ്ശികയും DA കുടിശ്ശികയും അമിത ജോലിഭാരവും ഉയർത്തി സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സ് കഴിഞ്ഞ 7 മാസമായി സമരത്തിലാണ്. 8 ദിവസം മുമ്പാണ് സമരം ശക്തമാക്കി OP ബഹിഷ്കരണത്തിലേക്ക് കടന്നത്. 2 ദിവസമായി സീനിയർ ഡോക്ടേഴ്സ് അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും ബഹിഷ്കരിക്കുന്നുണ്ട്. ഇതോടെ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം താളം തെറ്റി. അധ്യാപനം ബഹിഷ്കരിച്ചതോടെ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളും പ്രതിസന്ധിയിലാണ്. ഇന്ന് മുഖ്യമന്ത്രിയുമായും വിവിധ വകുപ്പുകളുമായും നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെ സമരം വരും ദിവസങ്ങളിൽ ശക്തിപ്പെടുത്താനാണ് തീരുമാനം. അതേസമയം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിക്കെതിരായ ചികിത്സാ പിഴവ് ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷനും സമരം തുടരും. നാളെ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ ആശുപത്രികളിലും ജീവനക്കാരോട് കൂട്ട അവധിയെടുക്കാനാണ് ആഹ്വാനം. സമരക്കാർ മർദ്ദിച്ചെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം തുടരുന്നത്. അന്വേഷണ റിപ്പോർട്ട് വരുന്നതിനു മുൻപ് ഡോക്ടറെ സസ്പെൻഡ് ചെയ്തതിലും എതിർപ്പുണ്ട്. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ പിഴവിൽ നഴ്സിനെ മാത്രം പഴിചാരിയ അന്വേഷണ റിപ്പോർട്ടിനെതിരെ കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷനും രംഗത്തുണ്ട്. 24 തിരുവനന്തപുരം. പട്ടയ വിതരണത്തിൽ സംസ്ഥാന സർക്കാരിന് ആശ്വാസം. 1964 ചട്ടപ്രകാരം പട്ടയം നൽകുന്നതിനുണ്ടായിരുന്ന സ്റ്റേ ഹൈക്കോടതി നീക്കി. 2024 മുതൽ ഉണ്ടായിരുന്ന സ്റ്റേ ആണ് ഹൈക്കോടതി ഒഴിവാക്കിയത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിഷ്ണു, ഈ സൂചിപ്പിച്ചതുപോലെ 2024 മുതൽ ഉണ്ടായിരുന്ന സ്റ്റേ ഇപ്പോൾ ഹൈക്കോടതി ഒഴിവാക്കിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം പട്ടയ വിതരണം നടത്താം എന്നാണോ? അമൃത, സംസ്ഥാന സർക്കാരിന് വലിയ ആശ്വാസം നൽകുന്ന ഒരു നടപടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. 1964 ചട്ടപ്രകാരം പട്ടയം നൽകുന്നതിനുണ്ടായിരുന്ന സ്റ്റേ ഹൈക്കോടതി ഇപ്പോൾ നീക്കിയിരിക്കുന്നു. 2024 മുതൽ നിലനിന്നിരുന്ന സ്റ്റേ ആണ് ഡിവിഷൻ ബെഞ്ച് ഒഴിവാക്കിയത്. 1971 ഓഗസ്റ്റ് 1 മുൻപ് ഭൂമി കൈയേറിയവരെ കുടിയേറ്റക്കാരായി കണക്കാക്കി പട്ടയം നൽകാമെന്ന ചട്ടമായിരുന്നു ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. 1971 വരെയുള്ള സമയപരിധി എന്തിനെന്ന് വിശദീകരിക്കാൻ സർക്കാരിനോടൊന്ന് ചോദിച്ചെങ്കിലും സർക്കാർ ഒരു മറുപടി നൽകില്ല. ആ പശ്ചാത്തലത്തിലാണ് സ്റ്റേ ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ സർക്കാർ അക്കാര്യം വളരെ കൃത്യമായി തന്നെ വിശദീകരിച്ചിരിക്കുന്നു. 1960 ചട്ടത്തിൽ സമയപരിധി ഉണ്ടായിരുന്നില്ലെന്നും അതുകൊണ്ടാണ് 71 നീട്ടിയതെന്നും സംസ്ഥാന സർക്കാർ പറഞ്ഞു. അത് ഹൈക്കോടതി അംഗീകരിച്ചു. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സ്റ്റേ ഒഴിവാക്കിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആശ്വാസം ആകാൻ പോകുന്നത് ഇടുക്കി ജില്ലക്കായിരിക്കും. അമൃത. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. 24 Business Conclave. ICL FinCorp presents 24 Business Conclave, 2nd edition. Presented by ICL FinCorp Gold Loan, the intelligent choice. Digital transformation partner. Zoho, made in India, made for the world. Knowledge partner. Be the change, be the future. With Jain deemed to be University Kochi. Powered by Tata Power Solar Roof. A on the quality lifelong. Co-sponsored by ചില കാര്യങ്ങളിൽ തർക്കമേയില്ല. പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
celebrating 40 years of Varghese Moolans Group. DBFS, Wealth Management and Non-Banking Finance. 24 ബിസിനസ് കോൺക്ലേവിന്റെ രണ്ടാം പതിപ്പ് കൊച്ചിയിൽ നടന്നു. കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ വികസനത്തിന് രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ടെന്നും കേരളത്തിന് വേണ്ടത് മികച്ച വീക്ഷണമുള്ള നേതൃത്വത്തെയെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. കേരളത്തിന്റെ വളർച്ചയ്ക്ക് എന്നും മുന്നിൽ നിൽക്കുന്ന 24ന്റെ ബിസിനസ് കോൺക്ലേവ് രണ്ടാം എഡിഷന് കൊച്ചി ചാക്കോളാസ് പവലിയനിൽ പ്രൗഢോജ്വലമായ തുടക്കം. കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഉദ്ഘാടനം ചെയ്തു. Respectfully invite Honorable Minister Shri Kiran Rijiju to inaugurate the conclave by pressing the ceremonial buttons to unveil the... കേരളത്തിന്റെ വിശാലമായ തീരമേഖല വികസനത്തിൽ സംസ്ഥാനത്തിന്റെ സമ്പത്താണ്. അവസരങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിവുള്ളവരാണ് മലയാളികളെന്നും കേന്ദ്രമന്ത്രി. Kerala is not receiving even a fraction of investment which Kerala deserves. The potential which Kerala has, it can draw multiple times more foreign direct investment or from various other sources, which is lacking. 24 ബിസിനസ് കോൺക്ലേവ് കേരള വികസനത്തിന് ദിശാബോധം നൽകുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. 15 വർഷമായി എയിംസ് ചോദിച്ചിട്ടും നൽകിയില്ലെന്ന് കേന്ദ്രമന്ത്രിയോട് KC വേണുഗോപാൽ പരാതിയും ഉന്നയിച്ചു. Union government also should help us in a bigger way. Rijuji, you are not looking to my face. Last 14 years we are asking for an All India Institute of Medical Science, which is still pending with you. രാജ്യാന്തര സാമ്പത്തിക നയമാറ്റങ്ങളും ബിസിനസ് വെല്ലുവിളികളും ചർച്ച ചെയ്ത കോൺക്ലേവിൽ ബിസിനസ് രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ നേതൃത്വം നൽകി. 24 കൊച്ചി. ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടാൻ പ്രധാനമന്ത്രി കേരളത്തിലേക്ക്. മാർച്ച് 6-ന് കൊച്ചിയിലെത്തുന്ന നരേന്ദ്രമോദി NDAയുടെ പ്രകടന പത്രിക പുറത്തിറക്കും. സമുദായ നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുമെന്നും സൂചന. മറൈൻ ഡ്രൈവിൽ നടക്കുന്ന പൊതുസമ്മേളന പരിപാടിയിൽ മോദി സംസാരിക്കും. ധീവര സമുദായത്തിന്റെ പരിപാടിയിലും പങ്കെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടാം തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നത്. ക്രൈസ്തവർക്ക് മൈക്രോ മൈനോറിറ്റി പദവി ആവശ്യപ്പെട്ട് സിറോ മലബാർ സഭ. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവുമായി നടന്ന കൂടിക്കാഴ്ചയിൽ സിറോ മലബാർ സഭ അധ്യക്ഷൻ റാഫേൽ തട്ടിൽ ആവശ്യമുന്നയിച്ചു എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. സിറോ മലബാർ സഭയുടെ ആവശ്യം പരിഗണിക്കണമെന്ന് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടെന്നും പ്രതിനിധികളെ അയക്കുമെന്നും കേന്ദ്രമന്ത്രി. ഇന്ത്യയുടെ ആദ്യ ഭീകരവിരുദ്ധ നയം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. പ്രഹാർ എന്ന പേരിലാണ് പുതിയ നയം. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് പുറമെ ഡ്രോണുകളുടെ ദുരുപയോഗം, സൈബർ ആക്രമണങ്ങൾ, ഡിജിറ്റൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തുടങ്ങിയവയെ നേരിടാൻ ലക്ഷ്യമിട്ടാണ് പുതിയ നയം. ഇന്ത്യൻ പൌരന്മാരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുക, ആഭ്യന്തര സുരക്ഷാ ശേഷി വർദ്ധിപ്പിക്കുക തുടങ്ങിയ അടിസ്ഥാന തത്വങ്ങളെ മുൻനിർത്തിയാണ് പ്രഹാർ രൂപീകരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.